നമസ്കാരം. ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. രാമായണത്തിലെ ദുഷ്ടരാക്ഷസനായ രാവണനെ നമുക്കെല്ലാവർക്കും അറിയാം. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും പരമദുഷ്ടനായ രാവണനും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബ്രഹ്മദേവൻ്റെ മകനായ പുലസ്ത്യൻ രാവണൻ്റെ അച്ഛച്ചനാണ്. പുലസ്ത്യൻ പണ്ട് തൃണബിന്ദു മഹർഷിയുടെ ആശ്രമത്തിൽ തപോനിഷ്ഠയോടെ കഴിയുകയായിരുന്നു. ആശ്രമ പരിസരത്ത് ചില പെൺകുട്ടികൾ കളിക്കാൻ ചെല്ലുമായിരുന്നു. പുലസ്ത്യന് അത് വളരെ ഉപദ്രവമായി തോന്നി. അദ്ദേഹം അവരെ ശപിച്ചു. ശാപമെന്താണെന്നോ? ഇനി ഇവിടെ അനുവാദമില്ലാതെ പെൺകുട്ടികൾ ചെന്നാൽ അവർ ഗർഭിണികളാവുമെന്ന്. ശാപം പേടിച്ച് പിന്നീട് പെൺകുട്ടികൾ അങ്ങോട്ട് ചെന്നതേയില്ല. എന്നാൽ ഒരു ദിവസം ഇതൊന്നും അറിയാതെ തൃണബിന്ദു ഭൂപതിയുടെ മകൾ കൂട്ടുകാരെ അന്വേഷിച്ച് അവിടെ ചെന്നു. അവൾ ഗർഭിണിയുമായി. വിവരങ്ങൾ അറിഞ്ഞ തൃണബിന്ദു മകളെയും കൂട്ടി പുലസ്ത്യൻ്റെ അടുത്തെത്തി. അങ്ങയുടെ ശാപം കൊണ്ടുണ്ടായ സങ്കടം അങ്ങ് തന്നെ തീർത്തു തരണമെന്നും അങ്ങ് എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ പുലസ്ത്യൻ തൃണബിന്ദുവിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവരുടെ പുത്രനാണ് വിശ്രവസ്, അതായത് രാവണൻ്റെ അച്ഛൻ. ഭരദ്വാജ മഹർഷി തൻ്റെ മകളെ വിശ്രവസിന് കല്യാണം കഴിച്ചു കൊടുത്തു. അവരുടെ മകനാണ് വൈശ്രവണൻ. അല്ല, രാവണൻ്റെ അച്ഛനാണ് വിശ്രവസ് എന്നല്ലേ പറഞ്ഞത്? അതെ, രാവണനും വിശ്രവസിൻ്റെ മകൻ തന്നെയാണ്. രാക്ഷസ രാജാവായിരുന്ന സുമാലി മകളായ കൈകസിയെയും കൂട്ടി ഭൂമിയിലൂടെ നടക്കുകയായിരുന്നു. ഈ സമയത്താണ് വിശ്രവസിൻ്റെ മകൻ വൈശ്രവണൻ ലങ്കയിൽ നിന്ന് അച്ഛനെ കാണാനായി പോകുന്നത്. പുഷ്പക വിമാനത്തിലേറി പോകുന്ന വൈശ്രവണനെ കണ്ട് അത്ഭുതപ്പെട്ട് സുമാലി തൻ്റെ മകളായ കൈകസിയോട് പറഞ്ഞു, മകളെ, നിനക്ക് വിവാഹപ്രായമായിരിക്കുന്നു. നിന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ ഞാൻ ഒരു വഴിയും കണ്ടില്ല. നിന്റെ കല്യാണം കഴിയാത്തതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട്. നീ കണ്ടില്ലേ വൈശ്രവണൻ അച്ഛനെ കാണാൻ പോകുന്നത്? നീ മിടുക്കിയാണെങ്കിൽ ഇതുപോലെ മിടുക്കനായ പുത്രൻ നിനക്കുമുണ്ടാകും. ഇതിനായി കൈകസി പല നാൾ ചിത്തശുദ്ധിയോടെ വിശ്രവസിനെ ഉപാസിച്ചു. ഒരു ദിവസം വിശ്രവസ് സന്ധ്യാവന്ദനം ചെയ്യുന്ന നേരത്ത് കൈകസി തനിക്ക് മക്കളെ തരണമെന്ന് മനസ്സിൽ വരിച്ചു. പക്ഷേ അപ്പോൾ സന്ധ്യാസമയമായതിനാൽ ഉണ്ടാകുന്ന മക്കൾ ക്രൂരന്മാരായിരിക്കുമെന്ന് വിശ്രവസ് അറിയിച്ചു. അങ്ങനെ ആകട്ടെ എന്ന് സമ്മതിച്ച കൈകസി വിശ്രവസിനോട് ചോദിച്ചു, താപസശ്രേഷ്ഠനായ അങ്ങയുടെ മക്കൾ ദുഷ്ടന്മാരായാൽ അതങ്ങയുടെ കീർത്തിക്ക് ദോഷം ചെയ്യുമല്ലോ എന്ന്. അത് കേട്ട് വിശ്രവസ് പറഞ്ഞു, നിനക്ക് അവസാനമുണ്ടാകുന്ന പുത്രൻ ശ്രീനാരായണനു പ്രിയങ്കരനാകും, ദീർഘാവലോകനമുള്ള ദീർഘായുഷ്മാനുമായിരിക്കും. അങ്ങനെ വിശ്രവസനും കൈകസിക്കും 4 മക്കളുണ്ടായി. 10 തലകളും 20 കൈകളുമുള്ള രാവണൻ, കാർവർണ്ണത്തോടെ വലിയ മലയുടെ വലുപ്പമുള്ള കുംഭകർണൻ, 3ാമതായി രാക്ഷസിയായ ശൂർപ്പണഖ, 4ാമതായി ഭാഗവതോത്തമനായ വിഭീഷണൻ. അങ്ങനെയാണ് വിശ്രവസിൻ്റെ മകനായി രാവണൻ ജനിച്ചത്.